നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 50യുടെ പരീക്ഷയാണ്. അപ്പം നമുക്ക് എന്തായാലും എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. 15 ചോദ്യങ്ങളാണുള്ളത്. നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. ഫുൾ മാർക്ക് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണ്. എൻ്റെ പേര് അശ്വതി. തുടങ്ങാം. ടെൻത്ത് മെയിൻസ് ഡേ 50 എക്സാം. ആദ്യത്തെ ചോദ്യം, ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. നൂല്, വസ്ത്രം, അതുപോലെ വരുന്നത് ഏതാണെന്നാ നോക്കാനുള്ള. അംഗങ്ങൾ കമ്മിറ്റി, പേന മഷി, ജലം മഞ്ഞുകട്ട, മരുന്ന് രോഗം. എഴുതിക്കോളൂ. രണ്ട്, ബുധൻ എന്നാൽ നെപ്റ്റ്യൂൺ ആണെങ്കിൽ എ എന്നാൽ എന്തായിരിക്കും? ഇസഡ്, പി, എം ഇവയൊന്നുമല്ല. 3, 441:462 അങ്ങനെയാണെങ്കിൽ 841:x ആയാൽ x എത്രയാണ്? 800, 830, 860, 870. 4, ശരത് അധികം ചന്ദ്രൻ എങ്ങനെയാ വരിക? ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതുക. 5, 18ാമത് ഏഷ്യൻ ഗെയിംസിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, 2018 18ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് ജക്കാർത്തയിലാണ്. ബി, ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തി നീരജ് ചോപ്രയാണ്. സി, 18ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം 8ാമതാണ്. ഡി, ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് PV സിന്ധു ആണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. 6, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ആദ്യത്തേത്, ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി TC യോഹന്നാൻ. ബി, ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത KM ബീനാമോൾ. സി, ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. ഡി, ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് PT ഉഷ. ഏഴാമത്തെ ചോദ്യം, 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ബർമിംഗ്ഹാം, വിക്ടോറിയ, ഗോൾഡ് കോസ്റ്റ്, മാഞ്ചസ്റ്റർ. 8, 2023 സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി. ഓപ്ഷൻ ഇന്ത്യ, ലാഹോർ, പോക്ര, ജപ്പാൻ. അടുത്ത ചോദ്യം, ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം 2000, 2001, 2002, 2003. 10, ജീനുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ജീൻ എന്ന പദം നിർദ്ദേശിച്ചത് വില്യം ജൊഹാൻസൺ ആണ്. 2, ഓരോ ക്രോമോസോമിലെയും DNA-കൾ 2 എണ്ണമാണ്. 3, ക്രോമസോമുകളിലെ DNA തന്മാത്രകളുടെ ഘടനയിലെ വ്യത്യാസം അടിസ്ഥാനമാക്കി വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. 4, ഒരു പൂർണ്ണ സെറ്റ് DNA ജങ്ക് ജീനുകൾ എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം കണ്ടെത്തുക. അടുത്ത ചോദ്യം 11, ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 44, 45, 46, 47. 12, മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, മറ്റു ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി. ബി, ശരീര വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കുറഞ്ഞ് വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം. സി, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് TSH. ഡി, ശരീര വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം അധികമാകുന്നതിന്റെ ഫലമായി അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗാലി.
അപ്പോൾ ഈ 4 നോക്കിയിട്ടേ തെറ്റായത് കണ്ടെത്തി എഴുതുക. 13. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏത്? അഡ്രിനാലിൻ, കോർട്ടിസോൾ, തൈറോക്സിൻ, ഇൻസുലിൻ. 14. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. നായക ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി, ആദംസ് ആപ്പിൾ തൈറോയ്ഡ് ഗ്രന്ഥി, വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ, ജൈവ ഘടികാരം പീയൂഷ ഗ്രന്ഥി. 15. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബ്രം, സെറിബെല്ലം. ഓക്കെ, ഇത്രയായിരുന്നേ 15 ചോദ്യങ്ങൾ. നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. നൂൽ വസ്ത്രം എന്നതുപോലെ അംഗങ്ങൾ കമ്മറ്റി. ഇപ്പൊ നൂല് കൊണ്ടാണ് വസ്ത്രം നിർമ്മിക്കുന്നത്, അതുപോലെ തന്നെ കമ്മറ്റി ഉണ്ടാവണമെങ്കിൽ അതിന് ആര് വേണം? അംഗങ്ങൾ വേണം. എ ആണ് ഉത്തരം. 2. ബുധൻ എന്നാൽ നെപ്റ്റ്യൂൺ ആണെങ്കിൽ എ എന്നാൽ എന്തായിരിക്കും? ഇസഡ് ആണ്. അപ്പോൾ ബുധൻ സൗരയൂഥത്തിലെ ആദ്യത്തെ ഗ്രഹമാണ്, നെപ്റ്റ്യൂൺ ആണ് അവസാനത്തേത്. എ ആൽഫബറ്റിലെ ആദ്യത്തെ ലെറ്റർ, അപ്പൊ അവസാനത്തേത് ഏതാ? ഇസഡ് ആണ്. അങ്ങനെയാണ് ബന്ധം വരുന്നത്. അടുത്ത ചോദ്യം, 441:462 ആണെങ്കിൽ 841:x. എക്സിന്റെ വാല്യൂ ഉത്തരം 870 ആണ്. എങ്ങനെ കിട്ടും? 441 എന്ന് പറയുന്നത് 21ന്റെ സ്ക്വയർ ആണ്. 21ന്റെ സ്ക്വയർ ആണ് 441. അതിന്റെ കൂടെ 21 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 462 കിട്ടുന്നത്. 462. അപ്പോൾ ഈ 441 എന്ന് പറയുന്നത് 21ന്റെ സ്ക്വയർ ആണ്. 21ന്റെ സ്ക്വയറിന്റെ കൂടെ 21 ആഡ് ചെയ്യുമ്പോഴാണ് 462 കിട്ടുന്നത്. അപ്പൊ അതുപോലെ 841 എന്ന് പറയുന്നത് 29ന്റെ സ്ക്വയർ ആണ്. 841 എന്ന് പറഞ്ഞാൽ 29ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ആ 29ന്റെ സ്ക്വയറിന്റെ കൂടെ 29 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത സംഖ്യ കിട്ടും. അതായത് 841ന്റെ കൂടെ 29 ആഡ് ചെയ്യുക, എത്ര വരും? 870 എന്ന് വരും. 870. അപ്പൊ അതാണ് ഉത്തരം. 4. ശരത് അധികം ചന്ദ്രൻ ഗീവ്സ് ശരത് ചന്ദ്രൻ. സി ആണ് ഉത്തരം. അതായത് കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ത് പോയിട്ട് അവിടെ ച് വരും. എന്നിട്ട് ഈ ചും ചായും കൂടെ ഇച്ഛയായിട്ട് മാറും. അങ്ങനെയാണ് ശരത് ചന്ദ്രൻ എന്ന് വരുന്നത്. 5. 18ാമത് ഏഷ്യൻ ഗെയിംസിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ഡി ആണ്. ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് ബജ്രംഗ് പൂനിയയാണ്. 6. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി ബി ആണ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ആരാ? ഏഞ്ചൽ മേരിയാണ്. ഏഞ്ചൽ മേരി. 7. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ബെർമിംഗ്ഹാം എ. 8. 2023 സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ലാഹോർ ബി. 9. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം ഒരു തവണയെ നടന്നിട്ടുള്ളൂ, 2003 ഡി. 10. ജീനുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. ജീൻ എന്ന പദം നിർദ്ദേശിച്ചത് വില്യം ജൊഹാൻസൺ ആണ്. രണ്ടാമത്തെ പ്രസ്താവന ശരിയാ. ഓരോ ക്രോമസോമിലെയും DNA-കൾ 2 3 ശരിയാണ്. ക്രോമസോമുകളിലെ DNA തന്മാത്രകളുടെ ഘടനയിലെ വ്യത്യാസം അടിസ്ഥാനമാക്കി വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഒരു പൂർണ്ണ സെറ്റ് DNA അറിയപ്പെടുന്നത് ജീനോം എന്നാണ്. ജീനോം നമ്മൾ ഇന്ന് പഠിച്ച കാര്യമാണ്. നാളെയുടെ ജനിതകം എന്ന ചാപ്റ്ററിൽ പഠിച്ചത് ജീനോം ആണ്. അപ്പൊ 1, 2, 3 ശരിയായിട്ടുള്ളത്. ബി ആണ് ഉത്തരം. 11. ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 47 ആണ്. ഡി. 12. മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് ഡി ആണ്. ശരീര വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം അധികമാകുന്നതിന്റെ ഫലമായി അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്ന അവസ്ഥയെ ഭീമാകാരത്വം എന്നാ പറയുന്നത്. ഭീമാകാരത്വം. 13. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏത്? അഡ്രിനാലിൻ ആണ്. അഡ്രിനാലിൻ എ. 14. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായിട്ടുള്ള ജോഡി ഡി ആണ്.
ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി. 15. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. തലാമസ്. എ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ? ആൻസർ ചെയ്യാൻ പറ്റിയോ? അപ്പോൾ നാളത്തെ പോർഷൻസ് ഒക്കെ ഞാൻ എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് ഷെയർ ചെയ്യുന്നത്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ളവർ ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും, ജോയിൻ ചെയ്താൽ മതിയേ. വീണ്ടും കാണാം. താങ്ക് യു.